ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. രാജ്യത്ത് ലോഹ്രി, മകരസംക്രാന്തി, മാഘ് ബിഹു, മകരപ്പൊങ്കൽ എന്നിവ ആഘോഷിക്കാനൊരുങ്ങുന്നവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവരും ആശംസകൾ അറിയിച്ചു. ഇസ്ലാമാബാദിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ UK വിദേശകാര്യ ഉദ്യോഗസ്ഥനൊപ്പം ഈ മാസം 10-ന് പാക് അധീന കശ്മീരിൽ നടത്തിയ സന്ദർശനത്തെ ഗൌരവമായി കാണുന്നുവെന്ന് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും ലംഘനം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ നിയമലംഘനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ ശക്തമായ പ്രതിഷേധമറിയിച്ചു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് എന്നിവയിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. ഈ പദ്ധതി പ്രകാരം താൽക്കാലിക ജീവനക്കാർക്കോ അവരുടെ കുടുംബത്തിനോ അടുത്ത ബന്ധുവിനോ ഏതെങ്കിലും തരത്തിലുള്ള മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഇറാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല വിനിമയത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ളാഹാനിയുമായി ഡോക്ടർ എസ് ജയശങ്കർ ചർച്ച നടത്തും. തായ്വാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്ഥാനാർത്ഥി ലായ് ചിങ് തെയ്ക്ക് ജയം. 5 ദശലക്ഷം വോട്ടാണ് ലായ് ചിങ് തെയ്ക്ക് ലഭിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 40%. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 30 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കരുതൽ ആവശ്യമായ കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളമുള്ള 10 കോടിയിലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചു. ഈ മാസം 18-ന് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാനാണ് ഡൽഹി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. കേസിൽ ഇത് 4ാം തവണയാണ് കെജ്രിവാളിന് ഇഡി സമൻസ് അയക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ക്ഷണം. രാമക്ഷേത്ര നിർമ്മാണ സമിതിയും വിശ്വഹിന്ദു പരിഷത്തുമാണ് രാഷ്ട്രപതിയെ ക്ഷണിച്ചത്. നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിനെയും ക്ഷേത്രസമിതി ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അയോധ്യയിൽ ഈ മാസം 22 വരെ ട്രെയിൻ സർവീസിന് നിയന്ത്രണം. 35 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. അയോധ്യ ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആയുഷ് മന്ത്രാലയവും സയൻസ് ഇന്ത്യ ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ദുബായിൽ തുടക്കമായി. പകർച്ചസാധ്യതയില്ലാത്ത രോഗങ്ങളുടെ ചികിത്സയിൽ ആയുഷ് ശാഖകളെ ആശ്രയിക്കാമെന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി. ഇന്ത്യൻ അന്താരാഷ്ട്ര ശാസ്ത്രോത്സവം ഈ മാസം 17 മുതൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നടക്കും. ശാസ്ത്രവിജ്ഞാനം എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ് മേളയുടെ പ്രാഥമിക ലക്ഷ്യം. ശാസ്ത്രവഴികളിലേക്ക് പൊതുജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുക, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളും സന്തോഷവും ആഘോഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ശാസ്ത്രോത്സവം ഈ മാസം 20 വരെ തുടരും. പ്രശസ്ത ഹിന്ദുസ്ഥാനി ഗായിക പ്രഭ ആത്രേ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പൂനെയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാനയെ പ്രതിനിധാനം ചെയ്ത ആത്രയെ കേന്ദ്ര സർക്കാർ 3 പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് തിരുവനന്തപുരം RCCയിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റോബോട്ടിക് സർജറി യൂണിറ്റിലൂടെ അതിസങ്കീർണ ശസ്ത്രക്രിയകൾ വേഗത്തിലും സൂക്ഷ്മതയിലും കൃത്യതയിലും ചെയ്യാനാകും. RCCയിലെ പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്ക്, ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. സമൂഹത്തിലെ എല്ലാവരുടെയും അവരുടെ ചുറ്റുമുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി സാന്ത്വന പരിചരണ സേവനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിൽ നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കുന്നത്. ഹാപ്പിനെസ് രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം 21-ന് കണ്ണൂർ തളിപ്പറമ്പിൽ ആരംഭിക്കും. സംവിധായികയും അഭിനേത്രിയുമായ സുഹാസിനി മണിരത്നം മേള ഉദ്ഘാടനം ചെയ്യും. കെൻ ലോച്ചിന്റെ ദ ഓൾഡ് ഓക്കാണ് ഉദ്ഘാടന ചിത്രം. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്നലെ പര്യടനം നടന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45-ന്.